രാവിലെ തന്നെ വിളിക്കുന്നത്. ഹലോ, എന്താണ് പണി? ഞാൻ ഇവിടെ താലിയും കുത്തിക്കുക. അപ്പൊ നീ ഇന്ന് നേരത്തെ നീറ്റോ? സാധാരണ നീ നീക്കുന്ന ടൈം ആവണേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിനക്കറിയാം ഞാൻ ഇപ്പൊ നീക്ക ടൈമാണ്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? അല്ല, ഒരു രസമല്ല, സാമ്പാർ വെച്ചിട്ട് പോയേ. എനിക്ക് അവിടെ ഉറങ്ങണം. ഇടി ഉറങ്ങിയത് മതിയടി. 9 മണിയായി. ഇനി എങ്ങോട്ടാ നീ ഇറങ്ങാൻ നിൽക്കണേ? 9 വിളിച്ചിട്ട് പോടി. 8:55 ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസമല്ലേ? അത് വിചാരിച്ചിട്ട് ഈ ഇപ്പൊ വിളിച്ചിട്ടില്ലേ? എനിക്ക് ആ ടൈമും കൂടി കിടന്നുറങ്ങിയായിരുന്നു. ഓ, ഇങ്ങനെ ഒരു ഉറക്കപ്രാന്തി. എടി, നീ ഇന്നത്തെ ദിവസം മറന്നുപോയോ? എന്തേ? ഇന്ന് വല്ല ഇന്റർനാഷണൽ ഫുഡേ ആണോ? തിന്നാ ഉറങ്ങ അതെന്നൊരു വിചാരമുള്ളൂ. എടി, ഇന്നല്ലേ ആൽവിനപ്പനെ പ്രപ്പോസ് ചെയ്യാൻ പോന്നേ. അയ്യോ, ഞാനതൊക്കെ മറന്നേ പോയി. അയ്യടാ, പാവം കൊച്ച്. എടി, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. അവനോട് പറഞ്ഞ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കണ്ട. അവൻ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അവൻ അക്സെപ്റ്റ് ചെയ്താലല്ലേ അവൻ എന്തായാലും അപ്പനെ പ്രപ്പോസ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാ. അവൻ എത്രയും വെച്ചിട്ടടി അവൻ അപ്പൂൻ്റെ ഉള്ളത്തെ ഫീലിങ്സ് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നേ. അവന് പ്രപ്പോസ് ചെയ്ത് നോക്കട്ടെ. എടി, ഞാൻ അവൻ്റെ നല്ലേനാ പറയുന്നത്. അവൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൽവിനത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ആൽവിൻ അപ്പൂനോടുള്ള ഫീലിങ്സ് ആരെക്കാട്ടിലും കൂടുതൽ എനിക്കറിയാം. കാരണം ഞാൻ ആ ഫീലിങ്സിലൂടെ പോയ ആളാ. പക്ഷെ എൻ്റെ മനസ്സിലുള്ള പേടി പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. നീ പറഞ്ഞത് നീ ഓർക്കണില്ലേ? അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാനല്ല അവൻ. ഇനിയിപ്പോ ഞാൻ എന്ത് പോയി പറഞ്ഞാലും അവൻ പോയി പ്രപ്പോസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പോത്തിന്റെ ചെവിയിൽ വേദൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ എന്താച്ചാ കാണിക്കി? ഓ, നിങ്ങളല്ല, അവൻ എന്താച്ചാ കാട്ടിക്കോട്ടെ. എനിക്കതിലൊരു പങ്കുമില്ല. അതായിരിക്കും നിനക്ക് നല്ലത്. എന്നാ ഓക്കെ, ഞാൻ അപ്പുറത്ത് അവനെന്താ കാണിക്കുന്ന പോയി നോക്കട്ടെ. ചെല്ല്. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ആൽവിൻ ചെറിയ. നീയോ? എന്താടി ഒരു എക്സ്ക്യൂസ് മീ ഒക്കെ ഇങ്ങോട്ട് കയറുക? അല്ല, നീ ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലായി ഹീറോ കണക്ക് നിൽക്കുമ്പോ അതിലേക്ക് തള്ളിക്കയറി വരുന്ന മോശമല്ലേ? അപ്പൊ ഞാൻ എക്സ്ക്യൂസ് മീ ഇട്ടതാ. അല്ലാതെ നിന്റെ റൂമിൽ കയറിയാൽ എനിക്ക് തന്നെ എക്സ്ക്യൂസ് മീ. അങ്ങനെ ഫൈനലി ഈ ദിവസമായി. നീ എവിടെ വെച്ചിട്ടാ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? ബെസ്റ്റ്. അല്ല, ഞാൻ ഒരു കഫേയിലൊക്കെ എത്തുന്ന ഒരു മുതലും കൊട്ടി പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. എന്തൊരു നല്ല ഓൾ ഐഡിയ. പിന്നെ ഞാൻ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യും. ഞാനൊരു പ്ലേസ് പറയാം. ഒരു ബീച്ചിലൊക്കെ കൊണ്ടു. എടി ബീച്ചൊക്കെ സാധാരണയാണ്, കോമൺ ആണ് ബീച്ചൊക്കെ പ്രപ്പോസ് ചെയ്യാൻ. ഞാൻ പറയുന്ന കേക്ക് നീ. അവന് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടാ. അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താ അവന് നല്ല സന്തോഷമായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ എന്നാ ബീച്ച് പിടിക്കാലേ? നിന്റെ ഇഷ്ടം. ഞാൻ എന്റെ ചോയ്സ് പറഞ്ഞുള്ളൂ. അല്ല, അവനെ ഇഷ്ടം ബീച്ചാന്നല്ലേ പറഞ്ഞേ. അവിടെ തന്നെ പ്രപ്പോസ് ചെയ്യാം. അല്ല, നീ പ്രപ്പോസ് ചെയ്യാൻ പോയില്ലേ? എന്നിട്ടെന്താ നീ സാധാരണ ഓഫീസിൽ പോണ ഡ്രസ്സൊക്കെ ഇടണേ? അതിന് ഞാൻ കമ്പനിക്ക് തന്നെയാണല്ലോ പോണേ. അപ്പൊ നീ എപ്പോഴാ പ്രപ്പോസ് ചെയ്യാൻ പോണേ? നൈറ്റ്. ഓഹോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ചെല്ലേ. അല്ല, നീ ഈവനിങ് ഇവിടെ വന്നിട്ടാണോ പോണേ? അല്ലല്ല, ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് ബീച്ചിൽ പോകും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നിനക്ക് കമ്പനിയുടെ ലീവ് ഇനിയും ക്ലോസ് ചെയ്യാനായില്ലേ? ഞങ്ങൾ രണ്ടുപേരും അടുത്താഴ്ച വരും. രണ്ടും എന്റെ തലയിട്ടാണ്ട് നൈസായിട്ട് മുങ്ങി നടക്കുക. ഭാവിയിലെ റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ആവേണ്ടതല്ലേ? കുറച്ചൊക്കെ സഹിക്കുന്നത് നല്ലതാ. പോടിയോട്ടി. ടൈം നോക്ക്, വൈകാന്ന് കണ്ട അവൻ പോയിക്കോ. എന്നാ ഞാൻ പോയി. ഈശ്വരാ, അവൻ അക്സെപ്റ്റ് ചെയ്യണേ. അവൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒരാളോട് തോന്നണേ. നീ എന്താ അവിടെ ഒറ്റയ്ക്ക് പൊറുകൊടുക്കണേ? നിന്നെ ഞാൻ രാവിലെ നോക്കിയിട്ട് എവിടെയും കാണാനില്ലല്ലോ. അത് ഞാൻ ജോഗിങ്ങിന് പോയതാ. ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഒന്നായിരിക്കും ഇതും അല്ലേ? കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? എടാ പൊട്ടാ, നീ നിന്റെ 3-ാം വയസ്സിലല്ലേ എന്നെ കാണാൻ തുടങ്ങിയേ? ഞാൻ നിന്നെ ജനിച്ചപ്പോഴോട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നീ എന്ത് ചെയ്താലും അത് എന്തിനൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ എനിക്കറിയാം. ഓ മൈ സിസ്റ്റർ ബേബി. പോടാ നീ. കിട്ടി ബോധിച്ച്. താങ്ക്സ്. എന്താടി നിന്റെ മുഖത്തൊരു ടെൻഷനൊക്കെ പോലെ? ഒന്നല്ലടാ. പറയടി. നീ അറിഞ്ഞാണല്ലോ ആൽവിനെന്ന് അപ്പൂനെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യമൊക്കെ. അവൻ ഇങ്ങനെ ഒരു ബിഹേവിയറിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല പേടിയുണ്ട്. അവൻ ഇങ്ങനത്തെ ഒരു ബിഹേവിയറിൽ നീ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ഞാനങ്ങനല്ല. അവനെ കണ്ടപ്പോൾ തൊട്ട് അവൻ്റെ സ്വഭാവത്തിൽ ഓരോ മാറ്റവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവനെ കിട്ടില്ല എന്ന് പിന്നെ അറിഞ്ഞപ്പോൾ അവൻ പതിയെ മാറാൻ തുടങ്ങി. ഇപ്പം അവൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അതൊന്നല്ല എൻ്റെ പേടി. അപ്പോൾ എങ്ങാനും അവനെ റിജക്റ്റ് ചെയ്താൽ അവനാകെ തളർന്നു. അപ്പോൾ റിജക്റ്റ് ചെയ്താലല്ലേ
നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളടുത്ത് നിൽക്കുന്ന പോലെയാണോ അപ്പു അവൻ്റെ ഒപ്പം നിൽക്കണേ? ആൽവിൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ, അപ്പു ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു. അവൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവൻ എവിടെ വിളിച്ചാലും പോകുന്നു. ഇതുപോലൊക്കെയാണോ അവൻ നമ്മളടുത്ത് നിൽക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ അപ്പുവിന് ആൽവിനെ ഇഷ്ടമാണെന്ന്? ഏയ്, ഇനി നീ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കല്ലേ. വൈകുന്നേരം അവൻ വരുമ്പോൾ അറിയാലോ എന്താ സംഭവിച്ചതെന്ന്. ഇനി നീ അത് ആലോചിച്ചുകൊണ്ട് നിന്നാൽ നിന്റെ ചെപ്പടിച്ച് ഞാൻ പിടിക്കും. അയ്യോ വിട്ടു മോനെ. ആ, നീ വന്നല്ല, അച്ഛൻ വന്നപ്പോൾ 2 കുപ്പി ജാമും കുറെ ലേസൊക്കെ കൊണ്ടുവന്നിരുന്നു. നമുക്ക് ആ പോയി തിന്നാം. എന്നാ പോവാ. സാറിനെ കാണാൻ അവർ വന്നിട്ടുണ്ട്. ആരാടാ? ശ്രേയ മാഡം. വരണ്ടാന്ന് പറഞ്ഞോടാ. അങ്ങോട്ട് മാറിക്കടച്ചേക്കാട്. എന്റെ ഹസ്ബൻഡിന്റെ ക്യാബിൻ കയറാൻ എനിക്കെന്തിനാ അനുവാദം? ഹസ്ബൻഡോ? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്താ ആൽവിൻ ഇങ്ങനെയൊക്കെ? ഇവനടുത്തുള്ളതുകൊണ്ടാണോ? ശ്രേയ, നീ പോയിക്കോ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഇവനെവിടെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ ഇവനെങ്ങ് പറഞ്ഞോടാ. മാഡം, ഞാൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. സാർ ആരെ കാണണം ആരെ കാണണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ മാഡം സാറിനെ പേഴ്സണലായിട്ട് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിട്ട് സാറിനോട് പെർമിഷൻ ചോദിച്ചത്. പിന്നെ സാർ എന്നോട് പറഞ്ഞത് അങ്ങ് പറഞ്ഞു വിടാനാ. അപ്പോൾ തന്നെ മാഡം തള്ളിക്കയറി വന്നു. അതുകൊണ്ട് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ, സഹകരിക്കണം. അതുകൊണ്ട് മാഡം പ്ലീസ് ഒന്നിറങ്ങി പോവാവോ? ഓ അങ്ങനെ. എന്നാലും എന്നെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. പിന്നെ നീ നിന്റെ ജോലി തെറിക്കാൻ നോക്കിക്കോ. ഹേ, എക്സ്ക്യൂസ് മീ, അവനെ പിരിച്ചു വിടണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാനാ. അതുകൊണ്ട് നീ വല്ലാതെ കമ്പനിക്കാര്യങ്ങളിൽ ഇടപെടണ്ട. അപ്പൊ മാഡം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇറങ്ങിപ്പോന്നല്ലേ നല്ലത്. ഇത്രയും വാങ്ങി കൂട്ടിയില്ലേ, മതിയായില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ? ഓ ആയിക്കോട്ടെ, സമയമാകുമ്പോൾ ഞാൻ തന്നെ വന്ന് വാങ്ങിക്കോളാം. താങ്ക് യു സാറേ. സാർ പൊളിച്ചു. പിന്നെ നിന്നെ എങ്ങനെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടോ? അതില്ല, അപ്പൊ ഇത്തരം ഡോസുകളൊക്കെ നല്ലതാ. എന്നാ ഓക്കെ, സാർ ഇന്ന് വൈകുന്നേരത്തിന്റെ മീറ്റിംഗിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ഇല്ലടാ, എനിക്കപ്പോൾ ഒരാളെ കാണാൻ പോകാണ്ട്. മനസ്സിലായി. സാർ ആളെന്നൊന്നും പറയണ്ട. നീ ഇതെങ്ങനെ അറിഞ്ഞ്? അജോ പറഞ്ഞു. തെണ്ടിത നാട്ടുപാട്ടൊക്കെല്ലോ. ഞാനായതുകൊണ്ടാ പറഞ്ഞേ, അല്ലെങ്കിൽ ആരോടും പറയത്തില്ലായിരുന്നു. എന്ന് ഞാൻ പോയി സാറേ. ആ എ ബ്ലോക്കിലെ ഫയൽസ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാണ്ട്. നീ ഒരു കാര്യം കൂടി ചെയ്യും. എന്റെ സൈന് വേണ്ട ചെറിയ ഫയൽസ് ഇല്ലേ, അതും കൂടി കൊണ്ടുപോവാ. എന്തായാലും വൈകുന്നേരം ഞാൻ അവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ സാറേ. നീ എന്താടി ഞാൻ ഓഫീസിൽ പോവാഞ്ഞേ? അറിയില്ല അമ്മ, രാവിലെ ചെറിയൊരു തലകറക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു പോണ്ടാന്ന്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. ഓ ആണോ? എന്നാൽ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് വരാം കേട്ടോ. വേണ്ട, ഞാൻ വന്ന് കഴിച്ചോണ്ട്. നീ ഇവിടെ കടന്നോടി, ഞാൻ കൊണ്ടുവരാം. എന്നാ ഓക്കെ. അവളെന്താ പറഞ്ഞേ? അവൾക്ക് ചെറിയ തലകറക്കൊന്നു. തലകറക്കോ? ശരിക്കും? ആന്ന് സത്യാ. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ. ഒരു കുഞ്ഞിക്കാലിന്റെ വിസ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. തന്നെ? ഇപ്പൊ വേണ്ട, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അവൾക്ക് ഇതേമാതിരിയൊക്കെ തന്നെ ആണെങ്കിൽ കൊണ്ടുപോവാം. അത് ശരിയാ. നീ ഇപ്പൊ പോയി അവൾക്ക് ഫുഡ് കൊടുക്കാൻ നോക്ക്. എന്നാ ഞാൻ ചെല്ലട്ടെ. കടലിനക്കരെ പോണോരി, കാണാപ്പണ്ണിന് പോണോരി. അമ്മാ മൂടുപോയി. അമ്മ കഴിക്കാൻ ചാളെ? കഴിക്കാനോ? 1 മണിക്കൂർ മുന്നേ അല്ലേ നീ 2 ദോശം കഴിച്ചു പോയേ? അത്1 മണിക്കൂർ മുന്നേ അല്ലേ? എനിക്കിപ്പോ വിശക്കണോ? ഇതെന്തിനു കുഞ്ഞാടേ? അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കൊന്നും വേണ്ട. നീ ഞാൻ വെച്ച 2 വാഴകളിൽ ഇളയ സന്താനം അടുത്ത്. ഇളയ സന്താനാണ്, അതൊക്കെ ഓക്കെ. എനിക്കിത്ര ആർത്തിയൊന്നുമില്ലായിരുന്നു. തന്തയുടെ ബാക്കിയല്ലേ മോള്, അപ്പൊ അത്രയ്ക്കേ വരൂ. എവിടെ എന്നെ കാണാൻ? ഏതാ ടൈമിങ്? നീ ചത്താലും ചാവിലടാ. അല്ല, എന്തോടെ പ്രശ്നം? എന്ത് പ്രശ്നം? അല്ല, വാഴ ഒക്കെ പറയണ കേട്ടു. വാഴ എന്ന് പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ചാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അഭിമാനമുണ്ട്. അല്ല, അച്ഛന് ഓഫീസൊന്നുമില്ല? ചേടാ, ഇതാണ് ഒരു നല്ല കാര്യം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ലീവ് എടുത്തേനി. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അങ്ങനെയിട്ട് ചോദിക്കാൻ വരണ്ട എന്ന് പറയാനാണ് ഈ ഒരു ഡയലോഗ്. മനസ്സിലായോ? ശരി പിതാവേ. ഹായ്. ഹലോ. എന്താ വരാൻ പറഞ്ഞേ? വെറുതെ നിന്നെന്ന് കാണാൻ. എന്നാ പിന്നെ വീഡിയോ കോൾ വിളിച്ചാൽ പോരെന്നോ? വീഡിയോ കോൾ വിളിച്ചാൽ ഇവിടുന്ന് കാണുന്ന അത്ര സുഖം കിട്ടൂലല്ലോ. എന്താ ഇവിടെ ഒരു പ്രത്യേകത? നീയൊക്കെ വിട്ടു വന്നേ, നമുക്ക് നടന്നിട്ട് വരാം. എന്തിന്? ഇവൻ വെറുതെ നമുക്ക് നടന്നിട്ട് വരാം. ബീച്ചിലൊക്കെ വന്നേലടാ. നടക്കുന്നാലും ആരെ നടക്കണ്ട പറഞ്ഞ്? അത് ശരി, പിക്കായി കുറ്റം. നടക്കുന്നാല്. ആൽവിനെ, എന്താ കാര്യം എന്ന് പറ. എത്ര നേരമായി നമ്മളിങ്ങനെ കിടന്ന് നടക്കണു? കുറച്ചേരും കൂടി കേട്ടെ, എന്നിട്ട് പറയാം.
മനുഷ്യനായിട്ട് കളിയാക്കല്ലേ. എനിക്കറിയാണ്ട് എന്തോ പോലെ പറഞ്ഞു താ പ്ലീസ്. കുറച്ചേരം കൂടി കഴിയട്ടടാ. അലുവിനെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് പറഞ്ഞു, അല്ല ഞാൻ ഇപ്പൊ പോവും. ഐ ലവ് യു അർജുൻ. ഇത് പറയാനാ വിളിച്ചു വരുത്തി. എനിക്കറിയാം നിനക്ക് താത്തിയിട്ട് കേൾക്കുമ്പോൾ ചെറിയ ഷോക്കൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നായി ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമല്ല. നോ സോറി ആൽവിൻ, ഇത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് അറിഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അപ്പോൾ ആൽവിൻ പ്ലീസ് ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്നെ അർജുൻ എന്ന് വിളിച്ചാൽ മതി. ഞാൻ തന്നോട് സോഫ്റ്റായി ഇടപഴകിയതൊക്കെ ഒരു ലവർ എന്നതിനല്ല, എനിക്കൊരു ഏട്ടനെ കിട്ടിയുള്ള സന്തോഷത്തിലാണ്. അർജുനെ ഞാൻ പറഞ്ഞില്ലേ, നിനക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു ഷോക്കൊക്കെ ഉണ്ടാവും. നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. നോ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അർജുനെ ആലുവിനെ പ്ലീസ് ഇനി ഇതും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത്. എനിക്ക് തന്നോട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ കിസ് ചെയ്തത് അതെനിക്ക് തീരെ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് മറക്കുക. ഇനി ഒന്ന് പറഞ്ഞ് എന്നോട് ഇനി ഒരു കോണ്ടാക്റ്റും വേണ്ട. എനിക്കറിയില്ലായിരുന്നു നീ എൻ്റെ ഫോൺ നമ്പർ വാങ്ങി എനിക്ക് മെസ്സേജ് അയക്കുന്നതും എന്നെ വിളിക്കുന്നതൊക്കെ എന്നെ ഇഷ്ടമായിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അർജുനെ പ്ലീസ് എന്തിന്? ഒന്നാമതേ എനിക്ക് ഗേൾസിനെ പറ്റത്തുള്ളൂ. നിന്നെയൊന്നും എനിക്ക് പറ്റില്ല. അവളോടെ ഗേ. പിന്നെ നീ ഗേ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടു പോലും ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാരെ. പിന്നെ ആൽവിനോട് ഞാൻ ഇപ്പം നിന്ന് സംസാരിക്കുന്നത് ഞാൻ ആൽവിനെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലേ ഈ സെക്കൻഡ് ഞാൻ ഇവിടുന്ന് പോയനെ. അല്ലെങ്കിൽ നിൽക്കുന്നില്ല, ഞാൻ പോരാ. ഇനി നമ്മൾ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഉണ്ടാവരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു ആൽവിൻ. എവിടെയായിരുന്നു എത്ര നേരം? ഞാൻ ആൽവിൻ്റെ ഒപ്പമായിരുന്നു. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ നീ ഇപ്പൊ എപ്പോ നോക്കിയാൽ ആൽവിന്റെ പാണല്ലോ. ഇനി അതുണ്ടാവില്ല. അതെന്ന് വെച്ചാടാ എന്നാവും ബീച്ച് വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നോ. അല്ല നിനക്കെന്താ ഞാൻ അത് പറഞ്ഞിട്ട് ഒരു അമ്പരപ്പൊന്നുമില്ലാത്ത? എന്തിന്? ആൽവിൻ എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞിട്ട്. എനിക്കറിയായിരുന്നു. എന്നിട്ട് നീ അവനെ തടഞ്ഞില്ലേ? ഞാൻ എന്തിനാ അവനെ തടയണം? അക്കു നിനക്കും അറിയാവുന്നതല്ലേ അവനോടെ ഗേ. റിയലി റിയലി പറഞ്ഞോട്ടെ ഗേ? അപ്പു നീ എന്ത് കള്ളം വേണോ ആരെ മുന്നേ വേണോ വെച്ച് പറഞ്ഞു. പക്ഷെ എന്റെ മുന്നേ നടക്കൂല. നീ ഗേ ആണെന്ന് നീ അറിയുന്നതിന് മുന്നേ ഞാൻ അറിഞ്ഞിക്കണം. നീ ഗേ അല്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഒരു പ്ലേ ബോയ് പേജ് നീ ഉണ്ടാക്കിയത്. അപ്പോഴൊക്കെ നിന്നെ വിചാരിച്ച ഒരാളുണ്ടെന്ന് നീ അറിഞ്ഞില്ല. പക്ഷെ അറിഞ്ഞപ്പോഴോ മുഖത്ത് നോക്കി പറഞ്ഞില്ലടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആൽവിനോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടില്ല. അവനെ ഞാനൊരു ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൻ തിരിച്ചിങ്ങോട്ട് അങ്ങനെ അല്ല എന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. നിന്നോടൊന്നും പറഞ്ഞ് എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഞാൻ പോവാം.